എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ ഇന്ന് നല്ലൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉച്ചയൂണിൻ്റെ റെസിപ്പി എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് കുട്ടികളെ ഇലക്കറികളൊക്കെ കഴിപ്പിക്കുക എന്നുള്ള ഒരു കുഞ്ഞു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. ഇലക്കറികളൊക്കെ വയ്ക്കുമ്പോൾ പൊതുവേ ഇത്തിരി ടേസ്റ്റ് കുറവുള്ള ഇതാണ്, പക്ഷെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല കുത്തരിച്ചോറും അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല അടിപൊളി ചെറുപയറും നമ്മുടെ ഇലക്കൾ, അതായത് മുരിങ്ങയിലയും ചീരയും വച്ചിട്ടുള്ള തോരനും, പിന്നെ നമ്മൾ വെണ്ടയ്ക്ക കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്രൈയും, അതുപോലെ മുരിങ്ങയില ഇട്ട് നല്ല കിടിലനൊരു സാമ്പാറും. ഒരേ ഉച്ചയൂണിത് മാത്രം മതി. പിന്നെ വേണമെങ്കിൽ തുമ്പത്ത് കുറച്ച് അച്ചാറൊക്കെ വയ്ക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ടേസ്റ്റുള്ള, നമ്മൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും കഴിക്കാൻ പറ്റിയ ഈ ഒരു ലഞ്ച് എങ്ങനെയാണ് തയ്യാറാക്കിയെന്നറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് കുത്തി പൊട്ടിച്ചിട്ട് ഇതാ നമ്മുടെ ചാനലിലേക്ക് കയറി പോന്നോളൂ. അപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്തേക്കാം കേട്ടോ. ഒരു നഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ലഞ്ച് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ. നമ്മൾ ഒരു പ്രത്യേക രീതിയിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് കോൺഫ്ലോർ, പിന്നെ കുറച്ച് തൈര്, ഇത്രയും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഒരു ഫ്രൈ ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ മുരിങ്ങയില എടുത്തിട്ടുണ്ട് കേട്ടോ. മുരിങ്ങയില കൊണ്ട് നമ്മൾ കുറച്ച് ഇതിന് തോരന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കി കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഒരു മുരിങ്ങയില സാമ്പാർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഓറഞ്ച് പരിപ്പും സാമ്പാർ പരിപ്പും കൂടി മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. ഒരു ചെറിയ 2 കഷ്ണം നമ്മുടെ വെളുത്തുള്ളി ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, ഇതും കൂടി അരിഞ്ഞെടുക്കുക. നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സാമ്പാറിന്. ഇത്ര അരിഞ്ഞ് നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയും ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ ഇത് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ എണ്ണ ഒഴിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നറിയാവോ? നമ്മുടെ ഇത് കുക്കർ വിസിലടിക്കുമ്പോൾ ചീറ്റി വെളിയിലോട്ട് പോകത്തില്ല. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വെളിയിലൊന്നും ആവാതെ നമ്മുടെ പരിപ്പ് നല്ല സൂപ്പറായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വിസിൽ പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ തുറക്കുന്നത്. പരിപ്പും ക്യാരറ്റും ഉരുളക്കിഴങ്ങും എല്ലാം നല്ല കിടിലനായിട്ട് വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 പിടി മുരിങ്ങയില എടുത്ത് വെച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ കായപ്പൊടിയുടെ കൂടെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് വയ്ക്കുന്നുണ്ട്. നമ്മളിതിലധികം സാമ്പാറിൽ ഒത്തിരി അങ്ങ് മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിൽ. അതിലേക്ക് നമ്മൾ ഉലുവ, കടുക് ഇത് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുളക് താളിച്ചെടുക്കുന്നു. പിന്നെ നമുക്ക് കറിവേപ്പില വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ കറിവേപ്പില ഇട്ടിട്ടില്ല. തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ സാമ്പാർ പൊടി ഇട്ടിട്ട് നല്ല പോലെ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി വെന്തതിന് ശേഷം സാമ്പാർ പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പം നന്നായിട്ട് അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സാധാ സാമ്പാർ തന്നെ കഷ്ണങ്ങൾ അധികം ചേർക്കാതെ മുരിങ്ങയില അധികം യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പരിപ്പും മുരിങ്ങയില എല്ലാം കൂടി ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല കിടിലൻ സാമ്പാറാണ് കേട്ടോ. നമ്മൾ ആ കുക്കർ കഴുകി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള ലൂസ് നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പ് ആദ്യമേ ചേർത്തിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഉപ്പിൻ്റെ കുറവ് തോന്നി. അപ്പോൾ അത്രയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് അടച്ചു വെച്ച് നല്ല കിടാന്നങ്ങ് തിളപ്പിച്ചെടുക്കുക. നല്ല കിട്ടിയില്ല സാമ്പാറാണ് കേട്ടോ. ആ മുരിങ്ങയിലയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ ടേസ്റ്റോ മണമോ ഒന്നും തന്നെ ഇല്ല. കുട്ടികളെയൊക്കെ ഇല കഴിപ്പിക്കാൻ
ഇഷ്ടപ്പെടുന്നത് നല്ലതല്ലോ, ഹെൽത്തി ആയിട്ടിരിക്കാൻ ഇലക്കറികളൊക്കെ ഇഷ്ടം മാതിരി കഴിക്കണം എന്ന് ഡോക്ടേഴ്സൊക്കെ പറയുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു പ്രത്യേക രീതിയിൽ അങ്ങ് വെച്ച് പിള്ളേർക്ക് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നല്ല കിടിലൻ സാമ്പാർ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ചെറുപയർ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത് മിക്സിയിലല്ലോ കുക്കറിൽ ഒരു 2-3 വിസിൽ അടുപ്പിച്ചെടുക്കുക. ഞാൻ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ച ചെറുപയറല്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക, ഒരു പാനിൽ കടുക്, പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് അരി വറുത്തെടുക്കും കേട്ടോ തോരനൊക്കെ വയ്ക്കുമ്പോഴേ. പിന്നെ ഉണക്കമുളക് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇലയായതുകൊണ്ട് കറിവേപ്പിലയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് ചീരയും മുരിങ്ങയിലയും കൂടി മിക്സ് ചെയ്ത് അരിഞ്ഞ് വെച്ചിരുന്നത് അതിലേക്ക് അങ്ങ് തട്ടിക്കൊടുക്കുക. അതിലെ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഉപ്പും മുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ മുളക് പൊടിയും. പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം, അല്ലാത്തവർക്ക് മുളക് പൊടി ചേർക്കാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വേവിക്കുക. അതിനുശേഷം കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറുണ്ടല്ലോ, ഞാൻ ആ പയറിൽ ഞാൻ ചെയ്യുന്നൊരു കുറുക്ക് വഴിയാണ് കേട്ടോ പറയുന്നത്. ഈ പയർ വേവിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ വേവിച്ച വെള്ളം ഞാനെടുത്ത് മാറ്റി വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, അങ്ങ് രസം ഉണ്ടാക്കും. അപ്പോൾ പിറ്റേ ദിവസം എന്ത് കറി വെക്കണം എന്നുള്ള ആ ടെൻഷനും കൂടി അങ്ങ് മാറി കിട്ടിയില്ലേ. അപ്പോൾ വേവിച്ച് വെച്ച പയറും കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റുന്ന പയറും ചീരയും ഒക്കെ തമ്മിലുള്ള ചേർത്തിട്ടുള്ള ഒരു മിക്സ് തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പയർ വേവിച്ച വെള്ളം കൊണ്ടൊക്കെ രസം ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ഈ പയറും കടലയും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് എന്തായാലും രസമായിരിക്കും. അപ്പം എന്താ പറയുക, സാധാരണ എല്ലാ വീട്ടിലെ അമ്മമാരുടെയൊക്കെ നമ്മുടെ എല്ലാവരും കുക്ക് ചെയ്യുന്ന എല്ലാവരുടെ ഒരു ടെൻഷനാണ് നാളെ എന്തുണ്ടാക്കും എന്നുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് നാളത്തേക്കുള്ള ചെറിയ ചെറിയ കരുതലുകളൊക്കെ ചെയ്ത് വയ്ക്കാം. അത് എന്താ പറയുക, നല്ല ഒരു ടിപ്പാണ്. കാരണം അങ്ങനെ ചിന്തിക്കുന്നവർക്കേ അറിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അപ്പോൾ കുക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം കേട്ടോ, ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ തോരന് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ, നമുക്ക് ആ വെണ്ടയ്ക്ക അങ്ങ് വറുത്തെടുക്കാം. നല്ല കിടിലൻ ഫ്രൈ ആണ് കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിടിലനായിട്ട് ഇതെന്താ പറയുക, നമ്മൾ നോമ്പൊക്കെ എടുക്കുന്ന ടൈമിൽ നമുക്ക് നോൺ വെജൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ, അപ്പോൾ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല കിടിലൻ ഫ്രൈ ആണ്. അത് എന്താ ചെയ്യുക, തൈരും കോൺഫ്ലോറും ഉപ്പും മുളകും മഞ്ഞളും പിന്നെ കുറച്ച് മസാല, എന്തെങ്കിലും മീറ്റ് മസാലയോ ഏത് വെജിറ്റബിൾ മസാലയോ ഏതായാലും കുഴപ്പമില്ല, കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓരോ വശവും മറിച്ചിട്ട്, ഇതെനിക്ക് മറിച്ചിട്ടപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്നാലും ടേസ്റ്റിന് യാതൊരു കോംപ്രമൈസും ഇല്ല. നമ്മളത് നല്ല കിടിലനായിട്ട് നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയമെടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെണ്ടയ്ക്ക ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടില്ല, ഒരു വശം റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുത്ത വശം നമ്മളിപ്പോൾ തന്നെ റെഡിയാക്കി എടുക്കും. അങ്ങനെ 2 ബാച്ചായിട്ടാണ് ഞാനിവിടെ നമ്മുടെ ഫ്രൈ റെഡിയാക്കി എടുത്തത്. നല്ല അടിപൊളി ചോറും നല്ല കിടിലൻ, അത് നമ്മൾ വെള്ളം കൂടിപ്പോയതൊന്നും അല്ല കേട്ടോ, നല്ല ഇളക്കി എടുക്കുമ്പോൾ നല്ല കിടിലൻ സാമ്പാർ തന്നെയാണ്. അടിപൊളി സാമ്പാറും അതുപോലെ തന്നെ നമ്മൾ ചെറുപയറും ചീരയും മുരിങ്ങയിലയും എല്ലാം കൂടി ഇട്ട് വെച്ച നല്ല കിടുക്കാച്ചി തോരനും. കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തു നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും അവർ കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കാം. നല്ല അടിപൊളി വെണ്ടയ്ക്ക ഫ്രൈ. ഇതിൽ കൂടുതൽ എന്ത് വേണം ഒരു ചോറുണ്ണാനല്ലേ. അപ്പം നമ്മുടെ ഈ ലഞ്ച് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വ്ളോഗായിട്ടോ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.